നമസ്കാരം, ഞാൻ രേഖ. മുത്തശ്ശി കഥയെക്കുറിച്ച് ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. അതായത് ചെറിയ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനമ്മയും കുറച്ച് ദൂരെ ജോലി എടുക്കുന്നതുകൊണ്ട് ഞാൻ ജനിച്ചു വളർന്നത്, ഒരു 6 വയസ്സിൽ ജനിച്ചു വളർന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ്. മിസ്സസ് ശ്രീദേവി മേനോൻ. തൃശ്ശൂർ അടുത്ത് തോന്നൂർക്കര എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ്. നല്ലൊരു തറവാട്ടിൽ പാടം, കൃഷി, കുളം, എന്താ പറയുക, പാമ്പുംകാവ്, അങ്ങനെയുള്ള എല്ലാ, കേരളം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടിക്കാലത്ത് അന്നുണ്ടായിരുന്നു. അച്ഛമ്മ വളരെ ബിസി ആയിട്ടായിരുന്നു. അച്ഛമ്മയ്ക്ക് കൃഷി നോക്കണമായിരുന്നു. ആൻഡ് ഒരുപാട് ഫേമസ് ആയിരുന്നു. അവരെ പല ആൾക്കാരും കാണാൻ വരുമായിരുന്നു. എത്ര ബിസി ആണെങ്കിലും എൻ്റെ ഡേ അച്ഛമ്മയുടെ കൂടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഒരു ഗോതമ്പ് കഞ്ഞി, ആ ഗോതമ്പ് കഞ്ഞി കുടിച്ച ശേഷം ഒരു മുത്തശ്ശി കഥ, ഒരു കഥ പറഞ്ഞിരുന്നു അച്ഛമ്മ. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു കഥ അന്ന് ഉണ്ടാവും. ഇപ്പം ഞാൻ ആലോചിക്കും, എനിക്ക് ഗോതമ്പ് കഞ്ഞി ഇഷ്ടമല്ല, പക്ഷെ അന്ന് കാലത്ത് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭയങ്കര ബഹളമാക്കുമായിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കഥകൾ, രാമായണം, മഹാഭാരതം, അത് കേട്ടിട്ടുണ്ട്. അച്ഛമ്മയുടെ പെർസ്പെക്റ്റീവ്സേ എനിക്കറിയാം. കാരണം അച്ഛമ്മ അത് ബർമയിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ബർമീസ് കഥകൾ പറഞ്ഞുതരും, അതിൽ നിന്ന് ഇതിലേക്കൊരു കോറിലേഷൻ പറഞ്ഞുതരും, ഒക്കെ ഭയങ്കര രസകരമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ വരുന്നില്ലേ, ഒടിയൻ, ആ ഒടിയനെ പറ്റിയുള്ള കഥ പോലും അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശി കഥകൾ കൂടിയാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അന്യം നിന്ന് പോയൊരു കാര്യമാണ്. കാരണം വേറെ സ്ഥലത്താണ്, ജോലി തിരക്കാണ്, ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രാത്രി മുത്തശ്ശി കഥ കേൾക്കണോ അതോ ജോലി കഴിഞ്ഞൊന്ന് മാമുണ്ട് ഉറങ്ങണോ, ഇതൊക്കെ ആയിരിക്കും കുട്ടികളുടെ ചിന്ത. ഒരുപാട് പഠിക്കാനുണ്ട്, അന്ന് നമുക്ക് അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിരുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മുത്തശ്ശി കഥ ഒരു സംരംഭം ബ്രിസറി സീരിയൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതീവ സന്തോഷം തോന്നി. കാരണം സ്നേഹം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഈ സംരംഭം എന്തുകൊണ്ടും നന്നാവും. കാരണം കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഭവമാവും. മുത്തശ്ശിമാർക്കോ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ നമ്മുടെ കൊച്ചുമോൾക്ക് എന്നൊരു ചിന്തയും കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ എവറിത്തിങ്. ആൻഡ് 2-3 കഥ എനിക്കും കേൾക്കാൻ ഇഷ്ടമുണ്ട് കേട്ടോ. Risa